ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇനി കുറച്ചുനാൾ മക്ക കേന്ദ്രീകരിച്ചാൽ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നുള്ള ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് ഹജ്ജ്. ആ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫ സംഗമമാണ്. അൽ ഹജ്ജു അറഫ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് എന്നാൽ അറഫയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അറഫ സംഗമം ലഭിച്ചില്ലെങ്കിൽ ഹജ്ജില്ല. അതുകൊണ്ട് തന്നെയാണ് പത്രങ്ങളിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത വാർത്തകൾ അറഫ സംഗമം ഇന്ന്, അല്ലെങ്കിൽ അറഫ സംഗമത്തിൽ ഇത്ര ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ തുടങ്ങി മാധ്യമങ്ങളിലെ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ആ അറഫ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ, ഏകദേശം ഒരു 18-20 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന വിശാലമായ പ്രദേശമാണ് അറഫ. ആ അറഫ എന്ന വാക്കിന്റെ അർത്ഥം അറിയുക, തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നൊക്കെയാണ്. അറഫക്ക് ഒരുപാട് ചരിത്രം നമ്മോട് വിളിച്ചോതാനുണ്ട്. അതിന്റെ പേരിന്റെ അർത്ഥം പറയുന്നത് പോലെ തന്നെ ചേർന്ന് നിൽക്കും വിധത്തിൽ, അന്യർത്ഥമാക്കും വിധത്തിലാണ് ആ ചരിത്രങ്ങളെല്ലാം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ അബുൽ ബഷർ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ ഉമ്മയുമൊത്ത് സ്വർഗീയ ആരാമത്തിൽ കഴിയുകയും വിലക്കപ്പെട്ട ഒരു കനി ഭക്ഷിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് വാസം ഇറക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ ഭൂമിയിൽ താമസിച്ചാൽ മതി. നേരത്തെ തന്നെ അല്ലാഹുവിന്റെ പ്ലാനിങ് അങ്ങനെയാണ്. അതിനൊരു സബബാണ് യഥാർത്ഥത്തിൽ. ആ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും ഭൂമിയുടെ 2 ധ്രുവങ്ങളിലാണ് ഇറക്കപ്പെട്ടത്. അങ്ങനെ ഭൂമിയിലൂടെ അവർ നടന്ന് അവസാനം അറഫ മൈതാനിയിലെത്തുകയും അവർ പരസ്പരം കണ്ടുമുട്ടി തിരിച്ചറിയുകയും ചെയ്ത പ്രദേശമാണ് അറഫ എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ടാണ് അറഫ എന്ന പേര് പറയാൻ കാരണം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. മറ്റൊന്ന്, കഅബയുടെ പുനരുദ്ധാനം കഴിഞ്ഞ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അവസരത്തിൽ ഇബ്രാഹിം നബിയോട് നിങ്ങൾക്ക് മനസ്സിലായോ, അറഫ്ത, നിങ്ങൾ മനസ്സിലാക്കിയോ, കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അറഫ്തു, എനിക്ക് മനസ്സിലായി, അതെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അറഫ എന്ന പേര് വന്നത് എന്ന് മറ്റൊരു വിവക്ഷയാണ്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ഖുർആൻ പറയുന്നു, വഇദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം. അല്ലാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ശേഷം അവിടുത്തെ മുതുകിൽ നിന്ന് ഇനി വരാൻ പോകുന്ന കോടാനക്കോടി ജനങ്ങൾ, അവിടുത്തെ സന്തതികളെ മുഴുവനും പുറത്തെടുത്തു. ഒരു ദർറത്തായിട്ടാണ് ഹദീസിൽ കാണാം. ദർറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ കണിക പോലെ, ചെറിയ ഉറുമ്പുകളെ പോലെ സങ്കല്പിച്ചു. അങ്ങനെ ലോകത്തിന് വരാൻ പോകുന്ന എത്ര കോടാനക്കോടി ജനങ്ങളുണ്ടോ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ളവർ, ഏതെല്ലാം തലമുറകളുണ്ടോ, എല്ലാവരെയും പുറത്തെടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒരു ചോദ്യം ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത്? അവരുത്തരം പറയാൻ വേണ്ടി. അന്നാലുൽ അർവാഹിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു, ഖാലൂ ബലാ ശഹീദിന, നീ തന്നെയാണ് ആരാധിക്കപ്പെടാൻ അർഹനായവൻ, ഞങ്ങൾ അതിന് സാക്ഷിയാണ്. ഇങ്ങനെ ഒരു ഡീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മ ആലമുൽ അർവാഹിൽ വെച്ചതിനാണ് നൽകിയതെന്നറിയുമോ? ഖുർആൻ പറയുന്നു, അൻതഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ കുറിച്ചൊന്നും അറിയാത്തവരായിരുന്നു എന്ന് നാളെ വരുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്.
ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. ഞങ്ങൾ പൂർവ്വപിതാക്കന്മാരൊക്കെ ചെയ്തു പോന്ന ആരാധനകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കരുത് പടച്ച തമ്പുരാനെ, ഞങ്ങൾ അറിയില്ലാത്തവരായതുകൊണ്ടാണ് എന്നൊന്നും പറഞ്ഞ ഒരു എക്സ്ക്യൂസ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആലമുൽ അർവാഹിൽ വെച്ച് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചെയ്തതും അങ്ങനെ എല്ലാവരും അതിന് ഉത്തരം നൽകിയതും ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സംഭവം നടക്കുന്നത് എവിടെയാണ്? അറഫ മൈതാനിയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ അറഫ മൈതാനിയിൽ വലിയ ഒരു സംഗമം നടക്കും. ആ സംഗമം ഓർമ്മിപ്പിക്കുന്നത് അന്ന് നമ്മ ആലമുൽ അർവാഹിൽ നിന്ന് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയതിന്റെ ഒരു ഭൗതികമായ പതിപ്പായി, അതിന്റെ ഒരു പകർപ്പായാണ് യഥാർത്ഥത്തിൽ അറഫയിൽ സംഗമിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമി ലോകത്തേക്ക് എല്ലാവരും ഫിത്രത്തിലാണ് കടന്നു വരുന്നത്. പിന്നെ അവന്റെ മാതാപിതാക്കൾ, അവന്റെ പരിസരങ്ങൾ, അവൻ ബന്ധപ്പെടുന്ന മേഖലകൾ, ഇതൊക്കെയാണ് അവനെ നിർമ്മതവാദിയും നിരീശ്വരവാദിയൊക്കെ ആക്കി തീർക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം അതാണ്. ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹുവാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചവരാണ്. അങ്ങനെ ഒരു സംഗമം അർവാഹുകളുടെ ലോകത്ത് വെച്ച് ആദം നബിയുടെ മുതുകിൽ നിന്ന് നമ്മെ പുറത്തെടുത്ത് പടച്ച തമ്പുരാൻ നടത്തിയത് അറഫ മൈതാനിയിൽ വെച്ചായിരുന്നു. മറ്റൊന്ന് അറഫക്ക പേര് വരാനുള്ള കാരണം അന്നത്തെ ദിവസം അറഫ സംഗമത്തിൽ വെച്ച് ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ വന്നവർ ഒരു പൊട്ടിക്കരയുകയാണ്. അവരോരോരുത്തരും ചെയ്തു പോയ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് പടച്ച റബ്ബിനോട് കേണപേക്ഷിക്കുകയാണ്. അല്ലാഹുവോട് അവർ നിരന്തരമായി അന്നത്തെ ദിവസം ചോദിക്കുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ തെറ്റുകുറ്റങ്ങളെയും ആ ഭൂമിയിൽ വെച്ച് ഓരോ മനുഷ്യനും ഓർക്കുമെന്നാണ്. ആ മഹത്തായ പ്രതലത്തിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും തിരിച്ചറിഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നാഥന്റെ മുന്നിലാണ്. എനിക്കിവിടെ നിന്ന് പോകുമ്പോൾ എന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ സംശുദ്ധമായ രൂപത്തിൽ പോകണമെങ്കിൽ പടച്ച റബ്ബിന്റെ മുന്നിലെല്ലാം ഏറ്റുപറയണം എന്ന് ആ ഒരു ബോധം ഉദിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവന്റെ തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അറഫ എന്ന് പേര് പറയാനുള്ള കാരണം. അങ്ങനെ ധാരാളം കാരണങ്ങൾ പറയുന്നു. അറഫയുടെ മഹത്വം തീരുന്നില്ല. അറഫയ്ക്ക് ഇനിയും ധാരാളം മഹത്വങ്ങളുണ്ട്. അറഫ മൈതാനിയെ സാക്ഷ്യമാക്കിക്കൊണ്ടാണ് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞത്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ. യൗമുൽ മൗഊദ് എന്ന് പറയുന്നത് യൗമുൽ ഖിയാമയാണ്. വയൗമുൽ മശ്ഹൂദ്, യൗമുൽ മശ്ഹൂദ് എന്ന് പറയുന്നത് യൗമു അറഫ, അറഫ ദിവസമാണ്. വശാഹിദ് യൗമുൽ ജുമുഅ, ഷാഹിദ് എന്ന് അല്ലാഹുവോട് സത്യം ചെയ്തത് അത് യൗമുൽ ജുമുഅയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ ഒരു പ്രദേശം, പടച്ച റബ്ബ് സത്യം ഒരു കാര്യത്തെ ഇട്ട് ആണയിട്ട് പറഞ്ഞാൽ അതിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. അത്രയും മഹത്വമുള്ള പ്രദേശമാണ്. തീർന്നോ? ഇല്ല. ഈ ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പൂർത്തീകരണം നടന്ന സ്ഥലമാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വരുന്നു, യഹൂദികളിൽപ്പെട്ടവരാണ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന യഹൂദികളിലെ പ്രധാനിയായ പ്രമുഖ പണ്ഡിതനായിരുന്നു എന്നാണ് ഹദീസിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. വന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ഞങ്ങൾ അന്ന് ആഘോഷമായി, ഈദായി, പെരുന്നാളായി ഞങ്ങൾ കൊണ്ടാടുമായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്ന് പറയാണ്. അന്നേരം മഹാനവർകൾ ചോദിച്ചു, അയ്യോ ആയത്തിൻ, ഏതായത്താണത്? അവിടെ ഓതി കേൾപ്പിച്ചു കൊടുത്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ഈ ദീനിനെ സമ്പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തുകളെല്ലാം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം നിങ്ങൾക്ക് സംതൃപ്തമാക്കി തന്നെ ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ഒരു ദിവസമാണ് ആ ദിവസം എന്ന് യഹൂദി പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഖദ് അറഫ്നാ ദാലിക്കൽ യൗമ വൽ മകാന അല്ലദീ നസലതു ഫീഹി അലൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫത യൗമൽ ജുമുഅ. ജുമുഅ ദിവസം അറഫയിൽ നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്. ഞങ്ങൾ അന്ന് സാക്ഷിയാണ് എന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ദീനിന്റെ സമ്പൂർത്തീകരണം നടന്ന സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലം, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജ് ഉംറ സിയാറ നിർവഹിക്കാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. തീർന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് മാനുഷികമായ മൂല്യങ്ങൾ മുഴുവനും ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ പ്രസംഗം ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി അവിടുത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അത് പ്രഖ്യാപനം നടത്തുന്നത്. അതിൽ പ്രഖ്യാപിക്കുന്നത് ഒരു മനുഷ്യന്റെ സ്വത്തിനും അവനവന്റെ ജീവനുമാണ് വില കൽപ്പിക്കുന്നത് എങ്കിൽ അതിലപ്പുറം കടന്ന വർത്തമാനം പറഞ്ഞ് ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പോലും നിങ്ങൾ ക്ഷതം വരുത്തത് എന്ന് ലോകത്തോട് അതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രഖ്യാപനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം തന്നെ പറയാനുണ്ട്. അതേ ആദ്യത്തെ പ്രഖ്യാപനം തന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നത്, അയ്യുഹന്നാസ് ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാദകും അലൈക്കും ഹറാം കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിമാനത്തിന് നിങ്ങൾ ആരും ക്ഷതം വരുത്തരുത്. നിങ്ങളുടെ സ്വത്തുകൾക്ക് മാത്രമല്ല, ജീവന് മാത്രമല്ല, നിങ്ങളുടെ അഭിമാനത്തിനും വില കൊടുക്കണം. ഏതുപോലെ ഈ ദിവസത്തിന് എത്രമാത്രം പവിത്രതയുണ്ടോ അതുപോലെ, ഈ മാസത്തിന്റെ പ്രത്യേകത എത്രയാണ് അതുപോലെ, ഈ നാടിനെ അല്ലാഹു എത്രമാത്രം ആദരവ് നൽകിയോ അതുമാത്രം നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ലോകത്തോട് പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു വിധത്തിലും ഒരാളെയും നിങ്ങൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു പ്രസ്ഥാനമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ നായകന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഗോസിപ്പുകളുടെ കാലമാണ്. ആരെക്കുറിച്ചും എന്തും പറയാം, എന്തും തള്ളിവിടാം, എന്തും എഴുതി ഏത് വിധേനയും പ്രചരിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാവുകയാണ് അവിടുത്തെ പ്രഭാഷണം. രണ്ടാമത് ലോകത്തോട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബകും വാഹിദ് വ ഇന്ന അബാകും വാഹിദ് അലാ ലാ ഫളല ലി അറബിയ്യിൻ അലാ അഅജമിയ്യിൻ വലാ ലി അഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അഹ്മർ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ ഇല്ലാ ബിത്തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു വിധത്തിലുള്ള വംശീയതയും കൊണ്ടു നടക്കാൻ പാടില്ല, ഒരു വിധത്തിലുള്ള ജാതീയതയും പാടില്ല. ഒരു അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ ഒരു വിധത്തിലുള്ള ശ്രേഷ്ഠതയും ഇല്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. അന്നാസു മിൻ ആദം, ജനങ്ങളെല്ലാം ആദമിൽ നിന്നും, ആദമു മിൻ തുറാബ്, ആദം വരുന്നത് ആദം അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ആരെങ്കിലും ശ്രേഷ്ഠനാണെങ്കിൽ അത് തഖ്വ കൊണ്ട് മാത്രമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഒരു വിധത്തിലുള്ള വംശീയതയുടെ നാമ്പും ഈ മതത്തിലില്ല എന്ന് ലോകത്തോട് ധൈര്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, വംശീയതയുടെയൊക്കെ കൂത്തരങ്ങുകളായി വെസ്റ്റേൺ കൺട്രീസുകളൊക്കെ മാറുകയാണ്. കറുത്തവനെ കണ്ടുകൂടാ, അവനെ അപ്പാർത്തൈഡ് സിസ്റ്റമായി അവനെ ആട്ടിയൊടിച്ചു കൊണ്ടിരിക്കുകയാണ്.
എല്ലാ തലങ്ങളിലും, അധികാര തലങ്ങളിൽ മാത്രമല്ല, കളിയരങ്ങുകളിൽ വരെ വംശീയാധിക്ഷേപത്തിന്റെ പേരിൽ നിന്നും നിയമനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പല കളിക്കാർക്കും വിലക്ക് വരുന്നത് പലപ്പോഴും പത്രങ്ങളിൽ വരെ നിങ്ങൾ വായിക്കുകയാണ്. ഏതേത് മേഖലയിലും അവിടെ ഈ പ്രഖ്യാപനം വളരെ പ്രസക്തമാകുകയാണ്. മൂന്നാമത് അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് നിങ്ങൾ സ്ത്രീകളെ നല്ല നിലയിൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ, സഹോദരിമാരെ, ഉമ്മമാരെ നല്ല നിലയിൽ ചേർത്ത് പിടിക്കണേ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഭർത്താവായി നിങ്ങളുടെ ഭാര്യയുടെ വാപ്പ ഒരു മോളെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു വരുന്ന സമയത്തിൽ അവിടെ നിന്ന് പ്രഖ്യാപനം നടത്തിയത് നല്ല നിലയിൽ കൊണ്ടു നടക്കണം എന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾ അനുവർത്തിച്ച് നല്ല സന്തോഷകരമായ ജീവിതം നയിക്കണമെന്ന ഒരു ഉടമ്പടിയുടെ പേരിലാണ് നിങ്ങൾ ആ ബന്ധം സ്ഥാപിക്കുന്നത് എങ്കിൽ അതിനരുതാത്ത ഒന്നും നിങ്ങൾ അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ സ്ത്രീകളുടെയും അവകാശങ്ങളെ നിങ്ങൾ മാനിക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനമായിരുന്നു ഹജ്ജത്തുൽ വദാഇൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. മറ്റൊന്ന്, ആഗോളതലത്തിൽ തന്നെ സാമ്പത്തികമായ മാന്ദ്യങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും പഠന വിഷയമായി, അതിന്റെയൊക്കെ വലിയ കാരണമായി ലോകം തന്നെ അംഗീകരിക്കുന്ന വിഷയമാണ് പലിശ എന്ന് പറയുന്നത്. ആ പലിശയുടെ ഏർപ്പാട് നിങ്ങൾ നിർത്തിവെക്കണം. ഇന്ന കുല്ല റിബൻ മൗലൂൻ, എല്ലാ പലിശയുടെ ഏർപ്പാടുകളും നിങ്ങൾ നിർത്തിവെക്കണം. അതെല്ലാം ഇവിടെ ചവിട്ടി താഴ്ത്തി കളയുകയാണ്. എന്റെ കുടുംബത്തിൽ നിന്നുള്ള ആദ്യ പലിശയുടെ ഇടപാട് അബ്ബാസ് റളിയല്ലാഹു അൻഹു കിട്ടാനുള്ള ഇടപാടാണ്. അതിതാ ഞാനിവിടെ വേണ്ടെന്ന് വെക്കുന്നു, അത് നിങ്ങൾ മാതൃകയാക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി അത് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് അറഫയുടെ ആ മൈതാനിയിൽ വെച്ച് തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ വീണ്ടും തുടർന്നു, യാ അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫലാ യഹില്ലു ലിംറിഇൻ മാലു അഖീഹി ഇല്ലാ അൻ തുയ്ബി നഫ്സിൻ മിൻ. നിങ്ങൾ എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് മുഅ്മിനീങ്ങൾ. ആ സഹോദര്യ ബന്ധത്തിന്റെ മേൽ നിങ്ങൾ എല്ലാവരും ജീവിച്ചു കൊള്ളണമെന്നും ഒരിക്കലും ഒരു പ്രതികാര വാഞ്ചക്ക് നിങ്ങൾ ഒരിക്കലും മുതലെടുപ്പ് നടത്തരുത് എന്നും പഴയകാലത്ത് നിങ്ങൾ ഉണ്ടായിരുന്ന ചോരക്ക് പകരം ചോര പകരം ചോദിച്ചിരുന്ന ഗോത്രീയമായ നിങ്ങളുടെ ചില നടപടിക്രമങ്ങൾ, ഗോത്രീയമായ ആചാരങ്ങൾ, അതല്ലെങ്കിൽ ഗോത്ര നിയമങ്ങൾ, അതൊന്നും തന്നെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരരുത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം നടത്തിയ ദിവസമായിരുന്നു യൗമ അറഫ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭൂമി എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ഭൂമിയാണ്. ആ സ്ഥലം ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിയാണ്. അറഫ മൈതാനിയിൽ നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ എത്തിപ്പെടുകയാണ്. ആ ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത നൽകി. രണ്ട് ശ്രേഷ്ഠതയാണ് അവിടെ സംഗമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. ഒന്ന് ആ സ്ഥലത്തിന്റെ ശ്രേഷ്ഠതയും മറ്റൊന്ന് ആ സമയത്തിന്റെ ശ്രേഷ്ഠതയും നമുക്കും ലഭിക്കുന്നുണ്ട്. നമുക്ക് ആ സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവിടെ എത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ട് ശ്രേഷ്ഠതയിൽ ഒന്ന്, അത് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് നേടാൻ കഴിയും. ആ ദിവസത്തിന്റെ മഹാത്മ്യം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാണ്. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നടത്തുന്നതിനേക്കാൾ മറ്റൊരു ദിവസവും സൃഷ്ടികളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം കൊടുക്കുന്ന ദിവസമാണ് യൗമ അറഫ. മറ്റൊന്ന്, ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫാത്ത് അഹ്ല സമാഅ. അറഫയിൽ സംഗമിച്ച ആളുകളെ മുഴുവനും നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തുള്ള മലക്കുകളോട് പെരുമ പറയുകയും അല്ലാഹു അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ്. ഫയഖൂലു ലഹും ഉൻദുറു ഇലാ അബ്ദി അതൗനി ശുഗ്സൻ ഗുബറാ. പുരണ്ടവരായി, ജടപിടിച്ചവരായി, മറ്റൊന്നും ലക്ഷ്യമില്ലാതെ, ഭൗതികമായ ഒരു ലക്ഷ്യവുമില്ലാതെ എന്നെ മാത്രം ലക്ഷ്യമാക്കി വന്ന ഒരുപാട് ആളുകൾ ഇതാ. ഈ ആളുകളെ മുഴുവനും ഞാൻ അഭിമാനം കൊള്ളുന്നു, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നു, അവരെന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന ദിവസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, ഖൈറു ദുആഇ യൗമു അറഫ. യൗമു ദുആഇ യൗമി അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ
ദുആക്ക് ഉത്തരമുള്ള ദിവസമാണ് അറഫ ദിവസം. ആ ദിവസത്തിലെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല വലിയ ശ്രേഷ്ഠത വെച്ചിരിക്കുകയാണ്. തങ്ങൾ പറയാണ് ഞാനും ഗതകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളും ദുആ ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാണ്. അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടേണ്ട ഒരു ദിക്ർ കൂടിയാണ്. എല്ലാവർക്കും അറിയാം, ഈ പ്രാർത്ഥന 100 പ്രാവശ്യം ഒരാൾ ഒരു ദിവസം ചൊല്ലിയാൽ കാനത്തു ലഹു അദല അശ്രി റിഖാബ് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും 100 ഹസനത്തുകൾ ചെയ്ത ഗുണവും 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുകയും ശൈത്താനിൽ നിന്ന് അത് കാവലാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ 10 തവണ ഒരാൾ ഈ ദുആ ചെയ്താൽ 10 തവണ ഒരാൾ ഈ ദുആ ചെയ്താൽ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള ഗുണങ്ങൾ നൽകും എന്ന് മറ്റൊരു റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷവും സുബ്ഹിന് ശേഷം നമ്മൾ അത് ചൊല്ലുന്നത്, 10 തവണ ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ഈ വിധത്തിലുള്ള ഗുണങ്ങളെല്ലാം ലഭിക്കും. ആ ആവർത്തിക്കേണ്ട പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് അറഫ ദിവസത്തിൽ ധാരാളം നമ്മൾ ചൊല്ലണം. മറ്റൊന്ന് അറഫ ദിവസത്തിലെ നോമ്പാണ്. ഹാജിമാരല്ലാത്തവർക്കൊക്കെ ആ ദിവസം ശക്തമായ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. ആ നോമ്പിന്റെ പ്രത്യേകത എന്താ? മുത്തുനബി പറഞ്ഞു അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതല്ലതി ഖബല വസ്സനതല്ലതി ബഅദ. വരാൻ പോകുന്ന ഒരു ദിവസവും കഴിഞ്ഞുപോയ ഒരു വർഷവും നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി പറഞ്ഞാൽ 700 ദിവസം, ഒരു 700 ദിവസത്തെ പാപം, ഒരു ദിവസത്തെ പാപം നമ്മളിൽ നിന്ന് സംഭവിക്കുന്നുണ്ടാവും. ചെറുപാപങ്ങൾ എത്രയോ സംഭവിക്കുന്നുണ്ടാവും. അതെല്ലാം അല്ലാഹു തആല പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നോമ്പ് ഒരിക്കലും ഒരാൾ വിടരുത്. 1 മുതൽ 9 വരെ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നബി തങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. നമ്മളൊക്കെ മടി കാരണം അല്ലെ, ഇപ്പൊ യഥാർത്ഥത്തിൽ സാഹചര്യമൊക്കെ നമുക്ക് അനുകൂലമാണ്. എന്നാലും നോമ്പ് നോക്കാൻ കഴിയുന്നവരും തന്നെ പലരും വിട്ടു നിൽക്കും. എന്താ? നമ്മളൊക്കെ മടിയന്മാരായതുകൊണ്ട്. എന്നാൽ 8-9 ദിവസങ്ങൾ ഒരിക്കലും നോമ്പ് ഉപേക്ഷിക്കരുത്. 9ന്റെ അന്ന് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു വർഷത്തെ ഏറ്റവും പുണ്യമായ ദിവസമാണ്. ഒരു വർഷത്തെ ഏറ്റവും പുണ്യമായ ദിവസം, ഒരു വർഷത്തെ ഏറ്റവും പുണ്യമായ രാത്രിക്ക് വേണ്ടി നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാറുണ്ട്. പക്ഷേ അതൊരിക്കലും തന്നെ നിർണയിക്കപ്പെട്ട് തന്നിട്ടില്ല. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് 27 രാവിലൊക്കെ നമ്മളെ ഹയാത്താക്കുമ്പോൾ ഒരുപാട് ആളുകൾ പള്ളിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അന്ന് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തിട്ടപ്പെടുത്തി തന്നിട്ടില്ല. പക്ഷെ യൗമ അറഫയുടെ പകൽ അത് അന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. അതിലിനി മാറ്റില്ല. അറഫ ദിവസത്തിന്റെ പകൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെയാണ്. അതിനി 8-നല്ല 10-നല്ല, അത് 9-ന് തന്നെയാണ്. ആ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ഇബാദത്തുകളിൽ മുഴുകണം. തങ്ങൾ പറഞ്ഞത് 2 വർഷത്തെ പാപം പുറത്തു കിട്ടുമെന്നാണ് ആ നോമ്പ് കൊണ്ട്. അന്നത്തെ ഏറ്റവും പ്രധാനം അവർ നോമ്പരട്ടിക്കുക എന്നാണ്. നോമ്പരട്ടിക്കുക. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം നൽകുന്നുണ്ട്. വരാൻ പോകുന്ന ഒരു വർഷവും ഇയാൾക്ക് പാപം പുറത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടി ഇയാൾ ജീവിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇയാൾ ജീവിക്കാതെ എങ്ങനെ പാപം പുറത്തു കൊടുക്കുക? അപ്പോൾ ആ നോമ്പനുഷ്ഠിക്കുന്ന ആൾക്ക് ഒരു വർഷം കൂടി വാലിഡിറ്റി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്. ആ നോമ്പ് എന്താണ് അനുഷ്ഠിക്കേണ്ടത്? അത് ചില ആളുകൾക്ക് അങ്ങനെ സംശയം പറയാറുണ്ട്. അറഫ ദിവസം അവിടെ 8-നല്ലേ, ഇപ്പൊ ഈ വർഷം 8-നാണ് വരിക, നമുക്ക് 8ആയിരിക്കുമെന്ന്. അപ്പൊ ചില ആളുകൾ പറയും, അപ്പൊ അറഫ അവിടെ നടക്കുമ്പോ അന്നല്ലേ നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത്? അങ്ങനെയല്ല. അറഫ ദിവസം നമ്മിലേക്ക് ചേർത്തുകൊണ്ടാണ്. കാരണം നമ്മൾ ആരും തന്നെ അവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലല്ല പെരുന്നാൾ ആഘോഷിക്കാറുള്ളത്. ലോക മുസ്ലിമീങ്ങൾക്ക് ഒന്നടങ്കം ഒരു പെരുന്നാൾ അങ്ങനെയില്ല. ഓരോ നാടിന്റെയും ഹൊറൈസൺ, ഓരോ നാടിന്റെയും ഹൊറിസോൺ അനുസരിച്ചുകൊണ്ട് അവരുടെ ചക്രവാളത്തിൽ ഉദയാസ്തമയങ്ങളെ രേഖപ്പെടുത്തുകയും അതിനനുസരിച്ചാണ് നോമ്പും നിസ്കാരവും, അതിനനുസരിച്ച് കൊണ്ടാണ് പെരുന്നാളും എല്ലാം തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്നാണോ പെരുന്നാളാകുന്നത്, പെരുന്നാൾ അടുത്ത വ്യാഴാഴ്ച ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ അറഫ ദിവസം എന്ന് പറഞ്ഞാൽ അത് ബുധനാഴ്ച ദിവസമാണ്. അതെല്ലാവരും നോമ്പനുഷ്ഠിക്കണം. ഒരാളും ഒഴിഞ്ഞു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് അന്ന് പ്രഭാത സമയത്ത് എല്ലാ വർഷവും നടത്താറുണ്ട്. പലരും അതിൽ സംഗമിക്കാറുമുണ്ട്.
ഒരു സന്ദേശമായി ബുധനാഴ്ചയിലെ സുബ്ഹിന് എല്ലാവരും എത്തിച്ചേരണം.